നമ്മളെത്തിയിരിക്കുന്നത് തനോട്ടുമാത മന്ദിറിൻ്റെ സമീപമാണ്. ഇതാണ് തനോട്ടുമാത മന്ദിറിലേക്കുള്ള കവാടം. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ ഒരു ഏരിയയാണ്. ഈ റോഡുകളെല്ലാം നിർമ്മിക്കുന്നത് BRO ആണ്. ഞാനിവിടെ എത്തിയതാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഈ ഒരു ഈ ആളുകൾക്കുള്ള കിടക്കാനുള്ള സൗകര്യമുള്ള സ്ഥലത്താണ്. നമ്മൾ ഒരു സത്രത്തിലാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ നമ്മൾ ഇന്ന് തനോട്ടുമാതാ മന്ദിറിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ കവാടം. അപ്പോൾ സൈക്കിൾ യാത്രയുടെ മറ്റൊരു ശുഭമുഹൂർത്തത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് നാരായണ സരോവർ കണ്ടിരുന്നു. നാരായണ സരോവറിൽ നിന്നും വളരെ ദൂരെയുള്ള തനോട്ടുമാത മന്ദിറിൻ്റെ മുൻപിലാണ്. ഇതിനുള്ളിലാണ് പണ്ട് യുദ്ധകാലത്ത് ഒരു ബോംബിൻ്റെ ഒരു പീസ്, ഒരു ചെറിയ കഷ്ണം വീണ് ഇവിടെ അമ്പലത്തിൻ്റെ സമീപത്ത് തന്നെയുണ്ട്. ഈ അമ്പലം പിന്നീട് പുനരുദ്ധരിച്ചതാണ്. അപ്പോൾ അല്ലറ കേടുപാടുകളൊക്കെ അന്ന് ക്ഷേത്രത്തിന് സംഭവിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അതിനുള്ളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ ഗ്രാമമാണ് തനോട്ട്. പക്ഷേ തനോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ദേവി ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 24 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കാണാൻ പറ്റും. പറ്റുമെങ്കിൽ ഇന്ന് പോകാൻ പറ്റും. പക്ഷേ ഇത് BSFൻ്റെ വണ്ടികൾ മാത്രമേ വിടത്തുള്ളൂ അങ്ങോട്ട്. അല്ലെങ്കിൽ വലിയ കാറുകളോ ജീപ്പുകളോ ഒക്കെ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ സാധിക്കുമോ എന്നറിയില്ല. ഇവിടെ 1-2 നമ്മുടെ പട്ടാളക്കാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, കായംകുളത്തു നിന്നൊക്കെയുള്ള. അപ്പം സാർമാർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ സാഹചര്യം അനുസരിച്ചിരിക്കും, അവരുടെ ഡ്യൂട്ടി ടൈം അനുസരിച്ചിരിക്കും. പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ കാലം പഴക്കമുള്ള ഒരു കിണറാണിത്. അപ്പോൾ യുദ്ധകാലത്തൊക്കെ ഈ ഗ്രാമവാസികളെ സംരക്ഷിച്ചിരുന്ന വെള്ളത്തിൻ്റെ ഏക ഒരു മാർഗം ഈ കിണറാണ്. വളരെ ആഴമുള്ള ഒരു കിണറാണ് കേട്ടോ, നല്ല ആഴമുള്ള കിണറാണ്. അപ്പം മാതാമന്ദിറിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇത്ര നേരം ആരതിയുടെ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ആ ഒരു യുദ്ധകാലത്ത് നടന്ന ആ ഷെല്ലാക്രമണത്തിൽ ഉണ്ടായിരുന്ന ആ ബോംബുകളൊക്കെ, പൊട്ടാത്ത ബോംബുകളും അതിൻ്റെ മുനകളും ഒക്കെയാണ്. പൊട്ടാതെ കിട്ടിയ 8ഓളം ബോംബുകളുണ്ട്. അന്നും ഇന്നും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇടുമ്പോൾ മിക്ക ബോംബുകളും പൊട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അതുതന്നെയാണ് അവരുടെ പരാജയവും. അപ്പോൾ ആ പരാജയത്തിൽ നിന്നും ഇന്ത്യ കണ്ടെത്തുന്ന വിജയം നമുക്ക് പറയുന്നതിലപ്പുറമാണ്. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.